അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് മമ്മിയോട് പ്രസന്റ് മേടിക്കുന്നുണ്ട്. ഇപ്പൊ മമ്മി ഡ്യൂട്ടിക്കാണ്. പ്രസന്റ് കാണണ്ട എന്താണെന്ന് വീഡിയോ എടുക്കുക. ഇതൊരു സർപ്രൈസ് നിനക്ക് തരാൻ വേണ്ടിയാ. അതൊക്കെ ഉണ്ട്. നീ കൊറേ നാളായിട്ട് ഒരു സാധനം വേണം വേണമെന്ന് പറയുന്നില്ലേ? നമ്മളിന്ന് അത് മേടിക്കാൻ വേണ്ടി പോവാ. അതൊക്കെ ഉണ്ട്. വാ, വന്നിട്ട് പറയാം. എന്നാ പിന്നെ നമുക്ക് പോയാലോ? വേണ്ട ഡ്രസ്സ് മാറ. ജോഹാന ഡ്രസ്സ് മാറ്റി ഞാൻ നിർത്തിയേക്കുക. പോവാ. പപ്പായും ജോയ്ക്കാണ് മമ്മിക്ക് സർപ്രൈസ് തരാൻ പോണത്. എന്റെ പൊന്നെ, എനിക്ക് വയ്യ. ജോ, നമുക്ക് പോവാ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? നമുക്ക് ഇറങ്ങാം. അതൊക്കെ അവിടെ ചെല്ലുമ്പോ കാണാം അല്ലേ ജോ? ഷോപ്പിലാണോ പോകുന്നേ? ജോയ്ക്ക് അറിയാമോ നമ്മൾ എവിടെയാ പോകുന്നേന്ന്? ഷോപ്പിലാണ് പോകുന്നേ. എന്നാ പിന്നെ പോയേക്കാം. ഇറങ്ങിയേക്കാൻ സമയം കളയാതെ. ഓക്കെ. ഇതാണോ സ്ഥലം? അപ്പൊ ഷോപ്പല്ല? ഷോപ്പല്ലേടി, ഇത് ഇവിടെയാണോ ഇച്ചായ വന്നേക്കുന്നേ? അപ്പൊ നമ്മള് ഷോപ്പിലേക്കല്ലേ ഇച്ചായ പോണത്? ഷോപ്പിലല്ല. ഞാൻ ഇനി കാര്യം പറയാം. നീ കൊറേ നാളായിട്ട് നിനക്ക് സാരി വേണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ എന്റെ വർക്ക് പ്ലേസിൽ ഒരു ചേച്ചി പറഞ്ഞു ഇവിടെ നല്ല സാരി കിട്ടുമെന്ന്. സാരി മേടിക്കാൻ പോവാണ് നമ്മള്? എന്റെ പൊന്നെ, ഞാൻ പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ബിക്കോസ് അപ്പൊ നമ്മുടെ ഈ വീട്ടിലുണ്ടോ കളക്ഷൻ ഒക്കെ ഉണ്ടോ? ബൊട്ടീക്കാണോ ഇത്? അതെ. ഓക്കെ, നമുക്കെന്താ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇച്ചായൻ പറഞ്ഞ പോലെ നമുക്ക് സാരി മേടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ചേച്ചി ഹലോ, ചേച്ചിയുടെ പേര് പറഞ്ഞോ, പറയാമോ? എന്റെ പേര് റേച്ചൽ. എന്റെ ബുട്ടീക്കിന്റെ പേര് സിയ ബുട്ടീക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് കളക്ഷൻസ് നോക്കിയാലോ? ജോ, മമ്മിക്ക് ഒരു സാരി എടുത്തു വിടറ. ആരാ മമ്മിക്ക് സെലക്ട് ചെയ്ത് തരുന്നേ? സാരി സാരിയാണ് നമ്മള് നോക്കി വന്നത്. നമ്മള് സാരിയാണ് നോക്കുന്നല്ലേ? ഇത് ഒരു ആർട്ട് സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. അതിൽ മിറർ വർക്ക് ഒക്കെ ചെയ്ത് എല്ലാം ഉള്ളത്. നല്ല നല്ല പല്ലു. വെറൈറ്റി അല്ലേ ഇത്? ഇതെല്ലാം ഇങ്ങനെ യൂണീക്കായിട്ട് ആർട്ട് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫീൽ ആണ്. ഇതിന്റെ ബ്ലൗസ് പീസും ഉണ്ട് ഇതിൽ തന്നെ. അപ്പൊ അതില് സ്ലീവില് ഇങ്ങനെ മിറർ വർക്ക് വരും. എന്ത് മെറ്റീരിയൽ? ആർട്ട് സിൽക്ക്. ആർട്ട് സിൽക്ക്. നമുക്ക് ഇനിയിപ്പോ ഞാൻ വിചാരിക്കുവോ ഓണം ഒക്കെ വരുമല്ലേ, നമുക്ക് സെറ്റ് സാരി നോക്കിയാലോ? പിന്നെ ആയിക്കോട്ടെ. ഇവിടെ ഇഷ്ടം പോലെ കിടക്കല്ലേ. ഇതെല്ലാം പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ്. ഇതൊരു വെറൈറ്റി ആട്ടോ. ഇത് കണ്ടോ, ഒരു ഫ്ലവർ അല്ലേ? ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് അതില് ഫ്രഞ്ച് നോട്ട്സ് വർക്ക് വന്നിരിക്കുന്നതാണ്. നല്ല ഇതൊരു വെറൈറ്റി. ഞാൻ ഇതൊരു കണ്ടിട്ടില്ലോ ഈ ഒരു ടൈപ്പ്. വളരെ സോഫ്റ്റ് സിൽക്ക് ആണ്. സാധാരണ ഞാനിപ്പോ എന്റെ മനസ്സിൽ സെറ്റ് സാരി എന്ന് പറയുമ്പോ ഇപ്പൊ ഇങ്ങനെ സെറ്റ്, അതിന്റെ കസവ്, അങ്ങനത്തെ വർക്കുകൾ അങ്ങനെയാണ്. ഇത് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. ഇത് കണ്ടോ, ഇത് വെറൈറ്റി അല്ലേ? ഇത് അതിന്റെ തന്നെ വേറൊരു വേർഷൻ, കുറച്ചും കൂടി ഹെവിയാണ് വർക്ക് എല്ലാം. ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ്. അതിലിങ്ങനെ ഒരു ഗോൾഡൻ വർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ലതായിട്ട് ഉടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഹണി പോലെയാണ്. ജോയ്ക്ക് ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടോ? ജോയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ അധികം അങ്ങനെ ഒത്തിരി ഹെവി വർക്ക് വേണ്ട എന്നുള്ളവർക്ക് അവരെ കേറ്റർ ചെയ്യാൻ വേണ്ടിയാണ്. ഇതും കുറച്ചും കൂടി നല്ല പീച്ച് കളർ
എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണ സെറ്റ് സാരി നമ്മുടെ മനസ്സിൽ വരുന്ന അതിനെക്കാട്ടിലും ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് കണ്ട രണ്ട്. ഇത് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് മാത്രമല്ല, അല്ലാതെ നമുക്ക് സസ്റ്റൈനബിൾ ആണ് കുറച്ചും കൂടി. പിന്നെ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ ആ ഒരു യൂസും കൂടി ഞാൻ കണക്കിലെടുത്താണ് എപ്പോഴും മെറ്റീരിയൽസ്. കസവും ഉണ്ട്, എന്നാ നമുക്ക് അല്ലാത്തതിന് ഉപയോഗിക്കാം അല്ലേ. നല്ല ഭംഗി ഫ്ലവർ ഉണ്ടോ, ഡിജിറ്റൽ പ്രിന്റ് അല്ലേ ഇത്. ഓക്കെ, നല്ല സോഫ്റ്റ് മെറ്റീരിയലും ആണ്. എത്രയാണ് ചേച്ചി മേടിക്കണേ? നീ പറ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി ഭയങ്കര നല്ല ഹെവി വർക്ക് ഒക്കെ വേണമെന്നുള്ളവർക്ക് അതിന്റെ നമ്മുടെ ട്രഡീഷണൽ ഒരു കസവ് സാരി സംഭവമാണ് കേട്ടോ. അടിപൊളി, നല്ല കളർ, നല്ലൊരു ഗോൾഡ്. ഇതിനെ ടിഷ്യൂ എന്ന് പറയണേ. ടിഷ്യൂ ഇതിന്റെ ബ്ലൗസും ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അത് ഞാൻ തയ്പ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് റെഡിമെയ്ഡ് കോൺസെപ്റ്റ്. അപ്പൊ പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പിന്നെ അതില് കൈ സ്ലീവില് ഈ മയിലിന്റെ വർക്ക്. പിന്നെ ഒത്തിരി ഉണ്ട് കളക്ഷൻസ്. ഒത്തിരി കളക്ഷൻസ് ഇങ്ങനെ കോപ്പർ സെറി, അതിന്റെ കോപ്പർ. ഇത് കസവിന് പകരം കോപ്പറിന്റെ കളർ. അപ്പൊ അത് ഇങ്ങനത്തെ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രൈപ്സും ഉണ്ട്. മേളിൽ ഇങ്ങനെ വരും 4 സ്ട്രൈപ്സ്. ഇത് അതുപോലെ തന്നെ കുറച്ചും കൂടി ഹെവി ആയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കസവ് സാരി എനിക്കില്ല. ഞാൻ മമ്മീന്റെ കസവ് സാരി, മമ്മിക്ക് ഒന്നുകൊണ്ട് കസവ് സാരി ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇടയ്ക്ക് ബോറോ ചെയ്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഇടയ്ക്ക് ഉടുക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കസവ് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല കളക്ഷൻ കേട്ടോ. ഇത് അതുപോലെ തന്നെ വേറെ ബ്ലാക്ക്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ ഗോൾഡൻ കണ്ടത്. ഇത് കുറച്ചും കൂടി ഇതൊരു പെയിന്റിങ് ചെയ്തൊരു സാരിയാണ്. അതിൽ കുറച്ച് ഇത് ലിനൻ ആണ് മെറ്റീരിയൽ. ലിനൻ കണ്ടോ, കസവാണ്, പക്ഷെ അതിൽ കുറച്ച് ഈ പ്രിന്റും അതുപോലെ സീക്വൻസ് അല്ലേ കൊടുത്തിട്ടുണ്ട്. ഇത് ലിനൻ മെറ്റീരിയൽ. പിന്നെ ഇതിന് വ്യത്യാസമായി എംബ്രോയിഡറി ചെയ്ത സാരി. ഓണത്തിന്റെ പല വേർഷൻസ് ആയി നമ്മൾ ട്രഡീഷണൽ വൈയിൽ നിന്നും എംബ്രോയിഡറി വർക്ക് ചെയ്ത കസവ് സാരിയാണ്. എംബ്രോയിഡറി ട്രഡീഷണൽ ആർക്കെങ്കിലും അത് പണ്ടത്തെ സ്റ്റൈല് തന്നെ വേണമെന്ന് പറയുന്നവർക്ക് ഉള്ളത്. ഇത് ഇതുപോലെ തന്നെ ഒരു ടിഷ്യൂ സിൽക്കാണ്. അതും വളരെ കുറച്ച് നല്ല ഗ്രാൻഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു സാരി. സിൽവർ ആണ് നമ്മൾ നേരത്തെ ഗോൾഡിന്റെ സിൽവർ. അതാണ് ഇത്. ഇത് ഉടുത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസിന്റെ മാത്രമല്ല, വെറൈറ്റി ആണ്. അതാണ് വെറൈറ്റി. ക്വാളിറ്റി എങ്ങനെ തോന്നുന്നു? നല്ല ക്വാളിറ്റി, അത് നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ്. പിന്നെ ഇങ്ങനെ ഇത് ചേച്ചി പെയിന്റിംഗ് ആണോ അതോ? അതിങ്ങനെ എനിക്ക് തോന്നുന്നു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ചെയ്യുന്ന സംഭവമാണ്. അത് പെർഫെക്റ്റ് ആയിരിക്കില്ല, കാരണം അത് കൈകൊണ്ട് ചെയ്യുന്നതാണ്. മെഷീൻ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഹാൻഡ് വർക്ക് ആണ്. പിന്നെ എന്റെ ബുട്ടീക്കിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ഹാൻഡ് വർക്ക് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ അവരുടെ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഒരു ട്രഡീഷണൽ കര. പക്ഷെ മെറൂൺ ബ്ലൗസ് ഒക്കെ ഇട്ടാൽ നല്ല എലിവേറ്റ് ചെയ്ത് നിൽക്കും. ട്രഡീഷണൽ അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലതാണ്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, എല്ലാം സോഫ്റ്റ് ആണ്. നമുക്ക് ഉടുത്താൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. മറ്റേ നമുക്ക് സാരി ഉടുത്താൽ ഇപ്പോഴത്തെ എല്ലാം സോഫ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് സിമ്പിൾ ഡിസൈൻ. അപ്പോ നമ്മള് ലാസ്റ്റ് ഇത്ര ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ ഏതാ എടുക്കുന്നത്? ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്കിത് എനിക്ക് തോന്നിച്ചാ അതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ദിസ് ഓർ ദിസ്. പക്ഷെ പപ്പയ്ക്കും മമ്മിക്കും ഇതാ ചോക്കൂട്ട ഇഷ്ടപ്പെട്ടെ. നമുക്ക് പിന്നെ വന്ന് മേടിക്കാം. നെക്സ്റ്റ് ടൈം മേടിക്കാം അമ്മച്ചി വരുമ്പോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് അടിപൊളിയാട്ടോ. ഇഷ്ടപ്പെടല്ലേ?
വെറൈറ്റി ആയിട്ടുണ്ടല്ലേ, നമുക്ക് ഓണത്തിന് മാത്രമല്ല അല്ലാത്ത സമയത്തും ഈ സാരി കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇത് ബ്ലൗസിന്റെ ആണോ ഈ ഒരു പല്ലുവിന്റെ? ഓക്കെ, അടിപൊളി. ഞാൻ നമ്മുടെ നാട്ടില് വന്ന ഇങ്ങനെ, നാട്ടിൽ ഞാൻ പൊട്ടിക്ക് പോയിട്ടില്ല കേട്ടോ. പക്ഷെ നാട്ടില് ഞാനിങ്ങനെ നമ്മുടെ ഈ മറ്റേ കല്യാൺ സിൽക്സ് അങ്ങനെ ജയലക്ഷ്മി ഉണ്ടല്ലോ, അങ്ങനത്തെ കടകളിൽ പോയിട്ടുള്ള. പൊട്ടിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് പൊട്ടിയിൽ വരുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി, കുറെ കളക്ഷൻസ് ഒക്കെ ഇത്രയും കാണിച്ചു. ഞാൻ ജോക്കിട്ടുണ്ടോ, ഞങ്ങള് പോവാട്ടോ. ജോ നിന്നോ ഇവിടെ, അങ്ങനെ കീബോർഡ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇത് വെറൈറ്റി അല്ല, ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. അപ്പൊ നമുക്കിത് എടുക്കാം. അപ്പൊ ഇതെല്ലാം കുർത്തീസ് അല്ലേ? അല്ല, ഇതെല്ലാം 3 പീസ് സെറ്റ് ആണ്. ഇതെല്ലാം നമ്മള് റോ സിൽക്ക് എന്ന് പറയും. നല്ല അധികം പ്രോസസ് ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇതിന്റെ ഷോള് നല്ല എലഗന്റ് ഷോളാണ്. ഇതിന്റെ പല കളേഴ്സ് എന്റെ ഉണ്ട്, 3-4 കളേഴ്സ് ഉണ്ട്. ഒത്തിരി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. ചുരി ബോട്ടാണോ ഫ്ലാറ്റ് ബോട്ടം? ചുരി ബോട്ടം ഞാൻ അധികം അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ പോലത്തെ ഇത് നെറ്റ് കോട്ട എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതും വളരെ കംഫർട്ടബിൾ ആണ്. നമ്മള് സമ്മറിലൊക്കെ നല്ല ഇതായിട്ട് അപ്പൊ അങ്ങനത്തെ നല്ല കേട്ടോ. മീൻസ് നമുക്കിപ്പോ എന്തെങ്കിലും ഫ്രണ്ട്സിന്റെ ഒക്കെ പരിപാടിക്കും പിന്നെ ചർച്ചിലെ പരിപാടികൾക്കൊക്കെ പോകണമെങ്കിൽ നമുക്കിപ്പോ ഇവിടെ അങ്ങനെ കിട്ടാറില്ല. അപ്പൊ ഇത് വളരെ നല്ലൊരു കാര്യം, നമുക്ക് വന്ന് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള നല്ല രസമാണ്. ഇതൊരു ജോർജ് ടൈപ്പ് ഡിജിറ്റൽ ദുപ്പട്ടയൊക്കെ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആണ്. അത്യാവശ്യം രസമുണ്ട് കേട്ടോ. അതിന്റെ 2 കളർ ഷെയ്ഡ് ഉണ്ട്. 2 കളർ ഷെയ്ഡ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി. പിന്നെ ഇത് കുർത്തിയാണ്. ഇത് വളരെ സിൽക്കി കോട്ട എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. ഇതെല്ലാം ഞാൻ മെറ്റീരിയൽസ് എടുത്ത് തയ്പ്പിച്ചെടുത്തേക്കുന്നതാണ്. ഇതൊന്നും റെഡിമെയ്ഡ് അല്ല കേട്ടോ, ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന നടക്കുന്നൊക്കെ പറയുന്നത്. ടോപ്പും ദുപ്പട്ടയും മാത്രമേ ഇതിപ്പോ ജീൻസിന്റെ കൂടെ പോകുന്നു. കുറച്ച് ലോങ് ടോപ്പാന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരും ചേച്ചി? റേറ്റ് എന്റെ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് 25 ആണ്. അത് ഷോൾ ആണ്, ഹാൻഡ് പെയിന്റഡ് ഷോൾസ്. at the most 150-175 അതിൽ കൂടുതൽ പോകുന്നില്ല. അത്രയാണ് റേഞ്ച്. അപ്പൊ ചേച്ചി എത്ര നാളായി? ഞാനിത് ഡിസംബറിലാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ തുടങ്ങിയതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും ഇന്ത്യയിൽ പോയി ലേറ്റസ്റ്റ് ഫാഷനായിട്ട് അങ്ങ് യൂസ്ഡ് ആകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്തു വന്ന പിന്നെ അത് എനിക്ക് എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നുകൂടാ അങ്ങനെ. അപ്പൊ ഞാൻ ബുട്ടീക് പീസസ് എടുത്ത് തയ്പ്പിച്ചു കൊണ്ടുവരുവാണ്. അപ്പൊ മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെ റെഡിമെയ്ഡ് സൈസസ്. പക്ഷെ നല്ല സീം അലവൻസ് ഒക്കെ ഉള്ളിൽ ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വണ്ണം വെച്ചാലും വണ്ണം കുറഞ്ഞാലും ഒക്കെ ഷേപ്പ് ചെയ്താൽ മതി. പിന്നെ ലേറ്റസ്റ്റ് ട്രെൻഡ് അങ്ങനെ. അപ്പം നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളിപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്യാൻബറയിൽ കൂടുതലും ഇങ്ങനെ നമ്മുടെ കേരള ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് സിഡ്നിയിലും അങ്ങനെയൊക്കെയാണ് ഒരുപാട് സ്റ്റോറുകളും ഷോപ്സും ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ നേപ്പാളീസിന്റെ കുറെ ബൂട്ടീക്ക് സ്റ്റോറുകളുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കിന് സാരിക്ക് ഇവിടെ വന്നാൽ മതി, ചേച്ചിനെ അല്ലെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ സിയ ബുട്ടീക്ക് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ചേച്ചിന്റെ വാട്സാപ്പ് ഐഡിയും ഇൻസ്റ്റാ ഐഡിയും ഞാൻ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമ്മളിതേ നമ്മുടെ സാരിയൊക്കെ മേടിച്ചു, നല്ല കളക്ഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഓണം പരിപാടിക്ക് വരുന്നുണ്ടല്ലോ, അടിപൊളി കളക്ഷൻസ് ആണ്. അപ്പൊ എന്തായാലും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ചേച്ചിന്റെ ഈ ബൊട്ടീക്കിന്റെ തന്നെ ബ്രാഞ്ച് ഉണ്ടല്ലോ ചേച്ചി, സിയ ബൊട്ടീക്ക് തന്നെ അവിടെയും പേര്. സിഡ്നിയില് ചേച്ചിന്റെ സിസ്റ്റർ നടത്തുന്നുണ്ട് ഇതിന്റെ ഒരു ബ്രാഞ്ച്. അപ്പം സിഡ്നിയിലുള്ള മലയാളീസിനും അല്ലെ നമുക്ക് ഇങ്ങനെ ബൊട്ടീക്കിൽ പോയിട്ട് കളക്ഷൻസ് കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയേക്കാം. ഓക്കെ, അപ്പൊ ചേച്ചി താങ്ക് യു കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ മമ്മിയും പാപ്പയും എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചു. ചോക്ലേറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ടേക്ക് കെയർ, ബൈ.